നമുക്കിന്ന് ഒരു യാത്ര പോകാം. ചൈന കെനിയ റോഡിലൂടെ കെനിയയുടെ തലസ്ഥാന നഗരിയായ നെയ്റോബിയുടെ കാണാത്ത കാഴ്ചകൾ കണ്ട് ദാരിദ്ര്യം നിറഞ്ഞ ഗ്രാമങ്ങളുടെ നടുവിലൂടെ വന്യമൃഗങ്ങൾ സ്വൈര്യവിഹാരം നടത്തുന്ന കാട്ടിലേക്കാണ് ഈ യാത്ര. ആദ്യം നഗരത്തിന്റെ ഹൃദയത്തിലേക്ക്. ആഫ്രിക്കയുടെ ഗന്ധവും യൂറോപ്യൻ നഗരങ്ങളുടെ ചന്തവും കലർന്ന ഒരു വിചിത്ര മണ്ഡലമാണ് നെയ്റോബി. വഴികൾക്ക് നടുവിൽ തല വിടർത്തി നിരന്നു നിൽക്കുന്ന വൃക്ഷങ്ങളിലെ പക്ഷികൾ മുതൽ യൂറോപ്യർ തുടങ്ങി ഇന്ത്യക്കാർ വരെ നെയ്റോബിയിൽ വന്നുകൂടിയിട്ടുണ്ട്. ഇവിടുത്തെ കാലാവസ്ഥയാണ് ഏറ്റവും അഭികാമ്യം. സമുദ്രനിരപ്പിൽ നിന്ന് 5450 അടി പൊക്കത്തിൽ കിടക്കുന്ന നെയ്റോബി പണ്ട് മസായി വർഗക്കാർ തങ്ങളുടെ കാലികൾക്ക് ശുദ്ധജലം കണ്ടെത്തിയ താവളമായിരുന്നു. മസായി ഭാഷയിൽ നെയ്റോബി എന്നാൽ ശുദ്ധജലം എന്നാണ് അർത്ഥം. നെയ്റോബിയിലെ പ്രധാന തെരുവായ കെനിയാത്ത അവന്യൂവിലുള്ള ഈ രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരത്തിന് മുന്നിലൂടെയാണ് നാം ഇപ്പോൾ സഞ്ചരിക്കുന്നത്. നഗരത്തിന്റെ ശുചിത്വത്തിന് ഒരടയാളമായ പുകവലി കേന്ദ്രത്തിന് മുൻപിലാണ് നാം ഇപ്പോൾ. ക്രൈസ്തവ ദർശനങ്ങളെ നെഞ്ചോട് ചേർത്ത കെനിയൻ ജനതയുടെ സർവ്വമേഖലകളിലും ക്രിസ്തുബിംബങ്ങളുടെ സജീവ സാന്നിധ്യമുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന നഗരമധ്യത്തിലെ കാത്തലിക് ബുക്ക് സ്റ്റാളിന്റെ ഉള്ളിലേക്കാണ് നാം കടന്നു ചെല്ലുന്നത്. കെന്യയിലെ പല ഭാഷകളിൽ ഒന്നാണ് ഇത് കിക്കുയു ഭാഷ. ദിസ് ഈസ് മസായി ഭാഷ. ഇത് ലൂയ ഭാഷ, സ്വഹിലി മെയിൻ ലാംഗ്വേജ്. ഇത് ഇംഗ്ലീഷ് ഭാഷയിലുള്ള ബൈബിൾ. സ്റ്റാളിനുള്ളിലെ കാഴ്ചകൾക്കൊടുവിൽ കെനിയയെ 22 വർഷം ഭരിച്ച അറബ് മോയിയുടെ സ്വേച്ഛാധിപത്യത്തിനെതിരെ പ്രതികരിച്ച് ചരിത്രത്തിൽ ഇടം നേടിയ നെയ്റോബിയിലെ കർദിനാളെ കാണാൻ കഴിഞ്ഞു എന്നത് ഈ യാത്രയിലെ ഭാഗ്യമാണ്. ഇത് നെയ്റോബിയിലെ കത്തീഡ്രൽ ചർച്ച്. ഈ രാജ്യത്തിന്റെ ചരിത്രങ്ങളിൽ അവിസ്മരണീയമായ പങ്കുവഹിച്ച് തല ഉയർത്തി നിൽക്കുകയാണ് ഈ ദേവാലയം. ആകാശം മുട്ടുന്ന മണിഗോപുരവും വൈവിധ്യമാർന്ന വാസ്തുവിദ്യയും കൊണ്ട് വ്യത്യസ്തമാകുന്ന കത്തീഡ്രൽ ചർച്ച് ഈ നഗരത്തിന് ആത്മീയതയുടെ ഉണർവ് നൽകുന്നു. കെനിയയുടെ പുരോഗമനത്തിന് ചുക്കാൻ പിടിക്കുന്ന പ്രഥമ പൗരൻ മുതൽ ഓരോ പൗരന്മാർക്കും ഒരു പ്രകാശഗോപുരമായി കത്തീഡ്രൽ ചർച്ച് നിലകൊള്ളുന്നു. പ്രഥമ നീതിപീഠത്തിന് മുൻപിലൂടെ നാം ചെന്നെത്തുന്നത് കെനിയയുടെ കൺവെൻഷൻ സെന്ററിന് മുൻപിലാണ്. ഇത് ലോക ഭൂപടമടക്കമുള്ള പ്രധാന രേഖകളിൽ നെയ്റോബി നഗരത്തിന്റെ അടയാളമായി ഇവിടെ നിലകൊള്ളുന്നു.
വർഷങ്ങൾക്ക് മുൻപ് റെയിൽവേ ജോലികൾക്കെത്തി കെനിയയിൽ സ്ഥിരതാമസമാക്കിയ ഉത്തരേന്ത്യക്കാരുടെ മേഖലകളിലൂടെ കടന്നുപോകുന്ന യാത്ര ദൂരങ്ങൾ താണ്ടും തോറും കാഴ്ചകളിൽ വൈവിധ്യങ്ങൾ സൃഷ്ടിക്കുന്നു. നെയ്റോബിയുടെ പ്രധാന ചേരിയായ കിബേരയിലേക്കുള്ള പ്രവേശന വഴിയിലൂടെ സഞ്ചരിച്ച് ഈ രാജ്യത്തിന്റെ പ്രധാന സ്റ്റേഡിയവും കടന്ന് ഒരു കുന്നിൻ ചെരുവിലേക്കാണ് നാം ഇപ്പോൾ പോകുന്നത്. ഈ നഗരത്തിന്റെ മുഴുവൻ കാഴ്ചയും നൽകുന്ന പബ്ലിക് വ്യൂ പോയിന്റാണിത്. ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന ഈ നഗരത്തിൽ താമസിക്കുന്നവരിൽ അധികവും കിക്കിയു ഗോത്രക്കാരാണ്. ഈ കുന്നിൻ ചെരുവിന്റെ താഴ്വാരത്ത് ആടിയും പാടിയും കർത്തനെ സ്തുതിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാം. പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിന്റെ സുവിശേഷ യോഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ്. നഗരവീഥിയിലെ സമ്പന്നരായ കറുത്തവരുടെ വാഹനത്തിരക്കുകൾക്കിടയിലൂടെ നാം പോകുന്നത് ബോമാസ് എന്ന കൾച്ചറൽ സെന്ററിലേക്കാണ്. 42 ഗോത്രങ്ങളുള്ള ഈ രാജ്യത്തെ ഓരോ ഗോത്രങ്ങൾക്കും അവരുടേതായ ജീവിതശൈലിയും കലാരൂപങ്ങളുമുണ്ട്. ജീവിതശൈലിയിലും വസ്ത്രധാരണത്തിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും കലാരൂപങ്ങൾ നിറം മങ്ങാതെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സംഗീതവും നൃത്തവും അലിഞ്ഞുചേർന്ന ഇവരുടെ കലാരൂപങ്ങൾ കോർത്തിണക്കി സഞ്ചാരിക്ക് കാഴ്ചയൊരുക്കുകയാണ് ബോമാസ് കൾച്ചറൽ സെന്റർ. കിക്കിയു, കിക്കാംബ, മസായി, ലുവോ തുടങ്ങി എല്ലാ ഗോത്രങ്ങളുടെ വസ്ത്രധാരണത്തിലെ നിറഭേദങ്ങളും നൃത്തച്ചുവടുകളിലെ വ്യത്യസ്തതകളും ആസ്വാദനത്തിന്റെ പുതിയ മേഖലകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്.
നഗരങ്ങളിലേക്കുള്ള യാത്രാമധ്യേ ഈ രാജ്യത്തെ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ഉയർത്തുന്ന ഭീകര ദൃശ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഒരു വിങ്ങലിനെ ബാക്കി വയ്ക്കുന്നുണ്ട്. ഗ്രാമത്തിലേക്ക് യാത്രയ്ക്കായി ഒരുങ്ങിക്കിടക്കുന്ന ഈ മറ്റാറ്റോകളെയാണ് സാധാരണക്കാരായ ഇവിടുത്തെ മനുഷ്യർ യാത്രയ്ക്കായി ആശ്രയിക്കുന്നത്. ഈ രാജ്യത്തെ നല്ല ഗതാഗത മാർഗങ്ങളുടെ കുറവ് ഈ മനുഷ്യജീവിതങ്ങളെ എത്രത്തോളം ദുരിതപൂർണമാക്കുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് നാം കാണുന്നത്. എന്നിരുന്നാലും യാത്രയിലുടനീളം പുതിയ ഭരണത്തിന്റെ വികസന മേഖലകളെ നമുക്ക് നേരിൽ ദർശിക്കാം. വളരെ കുറച്ച് ഫാക്ടറികളേ ഉള്ളൂ ഇവിടെ. ഉള്ളവയിലധികവും വിദേശ കുത്തകകളുടേത്. അവരുടെ കടന്നാക്രമണത്തിന്റെ ഇരകളാണ് കെനിയൻ ജനത എന്ന ചിന്തയാണ് ഈ ഫാക്ടറികളുടെ മുമ്പിലൂടെ പോകുമ്പോൾ നമ്മളിലേക്ക് എത്തുന്നത്. ഗ്രാമചന്തകൾ പിന്നിട്ട് നമ്മുടെ യാത്ര ഇവിടുത്തെ ഹെക്ടറുകൾ നീണ്ടുകിടക്കുന്ന നെൽപ്പാടങ്ങളിലേക്ക്. ഇവിടെ കൊക്കുകളും സഫാരി ഉറുമ്പുകളും ഈ പാടത്തിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നു. ജപ്പാൻ മോഡലിലുള്ള കൃഷിരീതിയാണ് ഇവിടുത്തെ മനുഷ്യർ സ്വീകരിച്ചു പോരുന്നത്. അതായത് ഒരു നെൽക്കാമ്പിൽ നിന്ന് 3 തവണ വിളവെടുക്കുന്ന രീതി. ഈ നെൽപ്പാടത്ത് ജോലി ചെയ്യുന്ന സാധാരണക്കാർ കഠിനാധ്വാനികളാണ്. നെല്ല് വിളയിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ പ്രധാന ആഹാരം ചോളവും പയറുമാണ്. പച്ചവെള്ളത്തിന് വില കൂടുതലുള്ള ഈ നാട്ടിൽ ദാഹശമനത്തിനായി സാധാരണക്കാർ ആശ്രയിക്കുന്ന പൈനാപ്പിളുകൾ ഏറെ വിളയുന്ന നാട്ടിലെ